ഒരു മാസം നീണ്ടുനിന്ന പശ്ചിമേഷ്യൻ യുദ്ധത്തിന് രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാറോടുകൂടി തന്നെ ഒരല്പം ആശ്വാസമായെങ്കിൽ പോലും ഇപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ ആശങ്ക നിലനിൽക്കുകയാണ്. വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായെങ്കിൽ പോലും ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും ഇപ്പോഴും മിസൈലും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അതായത് ഒരു കൂട്ടമായി തന്നെ മിസൈലുകളും ഡ്രോണുകളും ഗൾഫ് രാജ്യങ്ങളുടെ മുകളിലേക്ക് എത്തുന്നതായി തന്നെ വിലയിരുത്തൽ പുറത്തുവരുന്നുണ്ട്. യുദ്ധത്തിന് താൽക്കാലിക ആശ്വാസം എന്ന് പറയുമ്പോഴും വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് വലിയ ആശങ്കയാണ് ഇവിടെ ഉയർത്തുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായതായി തന്നെ ഇസ്രായേലും വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ നൽകിയതായി തന്നെ വിലയിരുത്തുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് എന്നും മിസൈലുകളും ഡ്രോണുകളും എത്തുന്നുണ്ട് എന്നതാണ് പ്രതിരോധ മന്ത്രാലയം ഇവിടെ വ്യക്തമാക്കുന്നത്. അതേസമയം മധ്യസ്ഥരായി പാകിസ്ഥാൻ ഈ ചർച്ചയിൽ സമാധാനം പുലരുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. US ഇറാൻ പ്രശ്നത്തിന് താൽക്കാലിക ശമനം വരുത്തുന്നതിന് പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ ഇടപെടൽ അല്ലെങ്കിൽ ആ ഒരു ഇടപെടലാണ് എന്നതാണ് ഇപ്പോൾ മറ്റൊരു വസ്തുതയായി പറയേണ്ടത്. ഇരു രാജ്യങ്ങളും ഇത് വ്യക്തമാക്കുകയും ചെയ്തു. മധ്യസ്ഥതാ ചർച്ചയ്ക്കും വഴിയൊരുക്കിയത് പാകിസ്ഥാനാണ് എന്ന വിലയിരുത്തൽ പുറത്തുവരികയാണ്. അതേപോലെ തന്നെ ഏപ്രിൽ 10 വെള്ളിയാഴ്ച ടെഹ്റാനിൽ നിന്നും വാഷിംഗ്ടണിൽ നിന്നുമുള്ള പ്രതിനിധികളെ ഇസ്ലാമാബാദിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ തർക്കങ്ങളും പരിഹരിക്കുന്നതിനുള്ള ഒരു കരാറിനായി തന്നെ കൂടുതൽ ചർച്ചകൾ നടത്താനാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളെ ക്ഷണിച്ചത്. വളരെ വിനയത്തോടുകൂടി തന്നെ ഇറാനും US അവരുടെ സഖ്യകക്ഷികളും വെടിനിർത്തലിന് സമ്മതിച്ചിരിക്കുകയാണ്. വിവേകപൂർവമായ ഈ നടപടിയെ സ്വാഗതം ചെയ്യുന്നതായി തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയെ പറ്റി പറഞ്ഞുകൊണ്ട് പാക് പ്രധാനമന്ത്രിയായി ഈ വിവരങ്ങൾ ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ പാക് പ്രതിരോധ മന്ത്രി കുറിച്ചത് ഈ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ 10 ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൽ എത്രത്തോളം അനുകൂലമായ തീരുമാനം US ഏറ്റെടുക്കുമെന്നതിലും വ്യക്തത വന്നിട്ടില്ല. വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ നടക്കുന്ന US ഇറാൻ ചർച്ചകൾക്കാണ് സമാധാനത്തോടെ തന്നെ അതോ ഇനി സമാധാനം ഉണ്ടാകുമോ അതോ വീണ്ടും ആ ഒരു യുദ്ധമോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുക. ഈ ചർച്ചയാണ് ഇനി എല്ലാത്തിനും ഉത്തരം നൽകുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാലേ യുദ്ധം നിർത്തൂ എന്ന സൂചനയാണ് ഇറാൻ നൽകുന്നത്. അതാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ അവിടെ വന്ന ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖൊമേനിയുടെ വാക്കുകളിൽ പ്രകടമായിരിക്കുന്നത്. വെടിനിർത്തലിന് സൈനികർക്ക് നിർദ്ദേശം നൽകി അദ്ദേഹമാകട്ടെ, പക്ഷേ ഈ യുദ്ധത്തിന്റെ അവസാനം ഇതല്ല എന്നത് ഒരു വ്യക്തമാക്കലാണ് നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.